കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 3 പേർ മാത്രമാണ് പ്രതികൾ. മറ്റ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തി. കൊട്ടാരക്കര മുൻ ഡിവൈഎസ്പി എം ജോസാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ 3 പേരാണ് പ്രതികളായിട്ടുള്ളത്. കുറ്റപത്രത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? കൊട്ടാരക്കര റൂറൽ ഡിവൈഎസ്പി എം ജോസ് ആണ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 1000 പേജുകളുള്ള കുറ്റപത്രമാണ്. പ്രധാനമായും കുറ്റപത്രത്തിൽ പറയുന്നത് പണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണ് പ്രതികൾ നടത്തിയത് എന്നുള്ളതാണ്. 3 പേർ മാത്രമാണ് പ്രതികൾ. കുറ്റപത്രത്തിൽ ആരോപിച്ചിരിക്കുന്നത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകളുമാണ്. മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. പ്രധാന തെളിവായിട്ട് കുറ്റപത്രത്തിൽ പറയുന്നത് തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടിയുടെയും സഹോദരന്റെയും മൊഴികളാണ്. CCTV ദൃശ്യങ്ങളും ഫോൺ വിളി റെക്കോർഡുകളും കേസിലെ നിർണായക തെളിവുകളായി. കേസിലെ കുറ്റപത്രം അല്പസമയം മുമ്പ് ഇന്ന് രാവിലെ 11:30 കൂടിയാണ് കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള പത്മകുമാർ, ഭാര്യ, പിന്നെ മകൾ, 3 പേർ മാത്രമാണ് കേസിൽ പ്രതികളെന്നും ഇതിൽ പറയുന്നുണ്ട്. കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കേസ് സംഭവം നടന്ന് 70 ദിവസം കഴിയുമ്പോഴാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ കുറ്റപത്രം തയ്യാറായിരുന്നുവെങ്കിലും കേസിൽ നിർണായകമായിട്ടുള്ള ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുണ്ട്. ഇവിടെ ഈ മറ്റു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനും പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ ആസൂത്രണം നടത്തി, മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു കൃത്യം നടത്തിയത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഗബി, ആദ്യം പൂയപ്പള്ളി പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് പ്രത്യേക സംഘത്തിന് കേസ് കൈമാറി. അതിനുശേഷം ഡിസംബർ 4-നാണ് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ആദ്യം മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണത്തിലും പണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തട്ടിക്കൊണ്ടുപോകലായിരുന്നു. 3 പേർ മാത്രമായിരുന്നു പ്രതികൾ എന്ന നിഗമനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ശരിവെക്കുന്ന ഒരു കുറ്റപത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചും തയ്യാറാക്കിയിരിക്കുന്നത്. 3 പ്രതികൾ മാത്രമാണ് പ്രതികൾ. ഈ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടു കൂടി പണം ലക്ഷ്യമിട്ടുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകൽ നടത്തി എന്നാണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. 1000 പേജുള്ള കുറ്റകൃത്യത്തിൽ കൃത്യമായിട്ട് ഈ പ്രതികൾ നടത്തിയിരിക്കുന്ന ആസൂത്രണങ്ങളും ഗൂഢാലോചന ശ്രമങ്ങളും എല്ലാം വെളിവാക്കിയിട്ടുമുണ്ട്. പ്രധാന തെളിവായിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് കൂടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയുടെ സഹോദരന്റെ മൊഴികളും ഒപ്പം തന്നെ കുട്ടിയുടെ മൊഴികളുമായിട്ടാണ് പ്രധാന മൊഴികളായിട്ട് ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളും ഫോൺ വിളി റെക്കോർഡുകളും എല്ലാം നിർണായക തെളിവുകളായിട്ട് കുറ്റപത്രത്തിൽ ചേർത്തിട്ടുമുണ്ട്. മറ്റു കുട്ടികളെയും പണം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ മറ്റു കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. നവംബർ 27-നായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത്. തുടർന്ന് പിറ്റേ ദിവസം നവംബർ 28-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ആശ്രമത്തിൽ നിന്ന് കുട്ടിയെ ലഭിക്കുന്നത്. ഡിസംബർ 1-ന് പ്രതികൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിയിലായിരുന്നു. ഡിസംബർ 2-ന് പ്രതികളെ റിമാൻഡ് ചെയ്യുന്നു. ഡിസംബർ 4-നാണ് അന്വേഷണം കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. 70 ദിവസം കേസ് സംഭവം നടന്നിട്ട് പിന്നിടുന്നു. 70ാമത്തെ ദിവസമാണ് ഇപ്പോൾ മുൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കുറ്റപത്രം 1000 പേജുകളുള്ള കുറ്റപത്രം കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്.